ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാണാതായ കുട്ടിയുടെ അമ്മയ്ക്ക്, അതായത് ശാരിയയ്ക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടിയാ. ഓ, നീ ആ കുടുംബത്ത് കയറി രക്ഷകൻ കളിക്കുകയാണല്ലോ. അവരുടെ ഏക അത്താണിയായിട്ട് നീ അങ്ങ് മാറി മിടുക്കൻ. സത്യം എന്നായാലും ഇവരറിയേണ്ടതല്ലേ? സത്യമേ, കണ്ണു തുറക്ക്. സത്യമേ, 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 എഴുന്നേക്ക്, എഴുന്നേക്ക് സത്യമേ, സത്യമേ. വിഷ്ണു, 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 എന്റെ വിഷ്ണു, എന്റെ വിഷ്ണു, എന്റെ വിഷ്ണു, എന്റെ വിഷ്ണു, വിഷ്ണു, എന്റെ ഈശ്വര. സത്യാമ്മയ്ക്ക് അറിയണ്ടേ തുടക്കം മുതലുള്ള കഥ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മകൻ മരിച്ചിട്ടില്ല, എന്റെ മകൻ മരിച്ചിട്ടില്ല. എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊന്നും കേൾക്കുക വേണ്ട. സത്യാമ്മേ, വിഷ്ണു മരിച്ചു. ആ സത്യം സത്യം ഉൾക്കൊള്ളുക തന്നെ വേണം. എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അത് അറിഞ്ഞിട്ടും സത്യാമ്മയെ അറിയിക്കാതെ രഹസ്യമായി കാര്യങ്ങൾ നീക്കിയ ശാലിനിയെ ഒരു വിധത്തിലും സത്യം അംഗീകരിക്കരുത്. ഒരു സംശയവും തോന്നിപ്പിക്കാതെ എത്ര വിദഗ്ധമായിട്ടാണ് അവള് വിഷ്ണുവിനെ കൊന്നത്. എന്നിട്ട് ഇൻഷുറൻസ് തുക മുഴുവൻ തട്ടിയെടുത്തു. ആ ശരീരം പോലും നിങ്ങളാരും കാണിച്ചില്ല. പെറ്റ വയറിനെ ആ അച്ഛനെ, എന്തിന് വിഷ്ണുവിന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും എല്ലാം മറച്ചു വെച്ച് ചതിച്ചു. കർമ്മങ്ങൾ ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. വിഷ്ണുവിന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നുണ്ടാവും. മാപ്പർഹിക്കാത്ത കുറ്റം, പൊറുക്കാനാവാത്ത ചതി. ഇനി ഒരമ്മയ്ക്കും ഈ ഒരു ഗതി വരരുത്. അവളെ എങ്ങനെ നേരിടണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വിഷ്ണു, അവൻ ജീവിച്ചിരിപ്പുണ്ട്. സത്യമേ, സത്യമേ, എനിക്ക് സത്യമേ. ഈശ്വര, കണ്ണു തുറക്ക സത്യമേ. സത്യമേ, കണ്ണു തുറക്ക സത്യമേ. കണ്ണു തുറക്ക സത്യമേ. സത്യമേ, സത്യമേ. വണ്ടി മാറ്റിയിട്. CI സാറിന് ഇപ്പൊ പോവാണല്ലോ. CI സാറിനല്ലേ? ഇത് തന്നെ ധാരാളം. അതെ, എങ്ങോട്ട് പോകുന്നു? റസാക്കിനെ ഒന്ന് കാണണം. എന്തോ? റസാഖേമാനെ ഒന്ന് കാണണമെന്ന്. ഒന്നിച്ച് പഠിച്ച കാലത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. അവനെയും കടത്തിയിടൂ. പോയിക്കോ. ഇതെന്താടാ, നിന്റെ അച്ചി വീടാണോ തോന്നും പോലെ കേറി വരാൻ? ചൂടാവാതെ ബ്രോ, നിന്നെ പോലൊരു സഹപാഠി ഇവിടെ ഉണ്ടല്ലോ എന്നോർത്തുള്ള വരവല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൾ മീ സാർ. സത്യം പറയല്ലോ റസാക്കെ, നിന്റെ മുഖത്ത് നോക്കി എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. പിന്നെ വിളിക്കാൻ തോന്നുന്നത് നിന്റെ മറ്റേ പഴയ പേരാ, എസ്കോട്ട് എന്ന്. ദേഷ്യപ്പെടണ്ട, ഞാനൊരു കാര്യം അറിയാൻ വന്നതാ. അത് നീ പറഞ്ഞ ഈ നിമിഷം ഇവിടെ നിറങ്ങി പൊക്കോളാം. ചെറിയൊരു വള്ളി തന്നെ. നീ സംശയിച്ച് പിടിച്ചിടുന്ന സ്ത്രീയും കുട്ടിയില്ലേ, കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയാണോ ഇതെന്നും ചോദിച്ചു കൊണ്ടുവന്നതേ? അതിനാ കുട്ടിയല്ലായിരുന്നല്ലോ. അതെ, പക്ഷേ എനിക്ക് ആ കുട്ടിയെ അമ്മയും എങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കാണണം.
ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാണാതായ കുട്ടിയുടെ അമ്മയ്ക്ക്, അതായത് ശാരിയയ്ക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടിയാ. ഓ, നീ ആ കുടുംബത്ത് കയറി രക്ഷകൻ കളിക്കുകയാണല്ലോ. ഹ്, അവരുടെ ഏക അത്താണിയായിട്ട് നീ അങ്ങ് മാറി മിടുക്കൻ. ഉം. മാറാതെ പറ്റില്ലല്ലോ. നീയൊക്കെ നിന്റെ ജോലി വെടുപ്പായിട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ എന്നെ പോലുള്ളവർക്ക് നിന്റെ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഹാ, എന്നാ നീ അകത്ത് കയറി എന്റെ കസേരയിൽ അങ്ങോട്ട് കയറി ഇരിക്കടാ. ദേ, ഒരു തൊപ്പിയും വെച്ച് തരാം. എന്റെ റസാക്കെ, നീ വീണ്ടും വീണ്ടും മണ്ടനാണെന്ന് സ്വയം പറഞ്ഞ് ചെറുതാവില്ലേ? എടാ, കെട്ടിക്കിടക്കുന്ന കേസ് എന്ന് പറയുമ്പോ നിന്നെ കേസ് അന്വേഷണത്തിന് കൊള്ളില്ലെന്നല്ലേ കേൾക്കുന്നവര് വിചാരിക്കൂ. ദാ, ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു. ഇറങ്ങടാ വെളിയിൽ. വെളിയിൽ ഇറങ്ങാനാ പറഞ്ഞത്. ഇനി നീ ഇവിടെ നിന്ന് ഒരു അക്ഷരം പറഞ്ഞു പോരുത്. ഇറങ്ങ്. പിടിച്ച് പുറത്താക്കടോ അവനെ. ഓടോ. ആ, വേണ്ട, വിട്ടേക്ക്. നീയപ്പോ ആ കുഞ്ഞിനെന്തല്ലേം കുറിച്ചൊന്നും പറയില്ല. ഹ്, ഒരുപാട് ബുദ്ധിയുള്ളവനല്ലേ നീ. പോയി കണ്ടുപിടിക്കടാ. ശരി, നിന്റെ സഹായം ഇല്ലാതെ ആ കുഞ്ഞിനെന്തല്ലേം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, എടാ കമല, നീ എവിടെ ഉണ്ട്? അച്ഛനെ, ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അല്ല, കുട്ടിയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല, പക്ഷേ നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണുമല്ലോ. അതിനെന്താ അച്ഛനെ, ആശം പറഞ്ഞാൽ മതി. എവിടെയാണെങ്കിലും ഞാൻ വന്നോളാം. ഉം. റസാക്കെ, ഇന്ന് ഇരുട്ടി വെളുക്കും മുമ്പ് ആ കുഞ്ഞിനെയും തള്ളയും ഞാൻ കണ്ടുപിടിക്കും. ഉം. പോലീസുകാർ മാത്രമല്ലല്ലോ ഇവിടെ കാക്കിയിടുന്നവര്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളും കാക്കിയിടുന്നുണ്ട്. ഈ കൊച്ചിനെയും തള്ളയും കണ്ടുപിടിക്കാൻ എനിക്ക് ആ കാക്കി മതി. സാധാരണക്കാരുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആ കാക്കിയാവുമ്പോ കുറച്ച് ആത്മാർത്ഥതയുണ്ടാവും, ഉള്ളിൽ കുറച്ച് നന്മയും. പിന്നെ നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറയുക, കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആ കാക്കി തൊഴിലാളികൾ സംഘടിച്ചാ പിന്നെ ഈ കാക്കി ഒന്നും അല്ലാതായി പോവും ഈ കൊച്ചു കേരളത്തിൽ. അപ്പൊ വരട്ടെടാ എസ്കോർട്ടെ. ചെല്ലു നീ.